പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഫോക്കസ് ഔട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചധികം നാളുകളായി ഫോക്കസ് ഔട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു അതിഥി പോലെ നമ്മുടെ കൂടെ നമ്മുടെ സഹപ്രവർത്തക ഒരാൾ കൂടി വന്നിട്ടുണ്ട്. പ്രിയ വിനോദാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറച്ചധികം നാളായി ഫോക്കസ് ഔട്ട് ചെയ്തിട്ട്, കാരണം നമുക്ക് പറ്റിയൊരു ആളെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരാൾ എത്തിയിരിക്കുന്നു. നമുക്ക് ഇന്ന് ചുടരൊരു വിഷയം കൂടിയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ, വീഡിയോകൾ, അതിന്റെ അസംഷൻ, കാരണം കുറെ നാളായല്ലോ ഈ വിഷയം തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയത്താണ്. പറഞ്ഞൊടുവിൽ ഇര പുറത്തു വന്നിരിക്കുന്നു, പരാതി കൊടുത്തിരിക്കുന്നു. ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുലിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. രാഹുൽ ഇപ്പോൾ ഒളിവിലാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ 2-3 കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, രാഹുലിന് എന്ന നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി പോയി എന്നുള്ളൊരു കാര്യം. 2, ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അലിഗേഷൻസ് ഉണ്ട്. മറ്റൊന്ന്, രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയുണ്ട്. ഇതിൽ ആദ്യത്തെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ രാഹുലിന്റെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യത. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു പോയിന്റാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പൂർണ്ണമായും അർത്ഥത്തിലല്ല. കാര്യം രാഹുലിനെ കേൾക്കുകയും രാഹുലിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ രാഹുലിന്റെ എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവിൽ നാളെ ഒരു ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും നമ്മളെ ലീഡ് ചെയ്യാൻ വരുന്നത് എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഭരണപക്ഷത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി നിലയിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിന്റെ ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ രാഹുലിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ടുന്ന ഒരു ഗതികേടും എനിക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ക്രെഡിബിലിറ്റി, അതായത് ഒരു പൊളിറ്റീഷ്യനാണ്. പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ MLA ആണ്, ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്ക് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് വിശ്വാസ്യതയുണ്ട്. ആളുകൾക്കിടയിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത അദ്ദേഹത്തിന് ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ പീഡന കാലയളവ്, അതായത് അദ്ദേഹം MLA ആയതിനു ശേഷമാണ്, ചേച്ചിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യമാണെന്നായിരുന്നു ഈ പുകമറയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനല്ല. ഇത് 2024 അല്ലെ, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തുടങ്ങുന്ന, അത് ഈ വർഷം വരെ നീണ്ടു നിൽക്കുന്ന വളരെ റീസെന്റായി നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. 2, പെൺകുട്ടി അങ്ങോട്ട് വന്നാണ് സൗഹൃദം സ്ഥാപിച്ചതെന്നും പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച വ്യക്തിയാണെന്ന ബോധ്യമുണ്ടായിരുന്നു. അപ്പം സൗഹൃദം സ്ഥാപിക്കപ്പെട്ടു. വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് സുഹൃത്തുക്കളായത്. ശേഷം പരസ്പര സമ്മതത്തോടു കൂടി എന്താ പറയാ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി കുട്ടി വില്ലിങ് ആകുന്നതിന് 2-3 വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നുള്ളതും മാത്രമല്ല, പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ശേഷം പീഡിപ്പിച്ചു എന്നുള്ളതാണ് FIR പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ എനിക്ക് തോന്നുന്നത്, മാർച്ച് മാസത്തിൽ ആദ്യം നടക്കുന്നതും പിന്നെ തുടർച്ചയായ പീഡനം, പിന്നെ ഗർഭിണിയായിരിക്കെ പീഡിപ്പിച്ചു എന്നൊരു കാര്യം കൂടിയാണ്. അപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അതൊരു പീഡനമായിരുന്നു ആ പെൺകുട്ടിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാമായിരുന്നു. അങ്ങനെ പെൺകുട്ടി ചെയ്യാതിരുന്നതിന്റെ കാരണമായി പെൺകുട്ടി പറയുന്നത് നഗ്ന വീഡിയോ അടക്കം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുമൊക്കെയാണ്. നമുക്ക് ഇതെല്ലാം കോടതിയുടെ മുൻപാകെ നിൽക്കുന്നത്. നമുക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ. പെൺകുട്ടി ഗർഭിണി ആയിരുന്നോ ക്ലെയിമുകളാണ് അല്ലെ നമുക്ക് മുന്നിലാകെ വന്നിട്ടുള്ളത്. എന്താണ്, കുറച്ച് ചാറ്റുകളാണ്. ചാറ്റുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. മാത്രമല്ല, രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൂടുതൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യം തന്റെ ഓഡിയോ ആണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസ് വന്നപ്പോഴല്ല, കേസുമായി ബന്ധപ്പെട്ട അലിഗേഷൻ വന്നപ്പോൾ ഹു കെയേഴ്സ് എന്ന് പറഞ്ഞതൊരു നിലപാട് തറയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അത് മാത്രമല്ല, അത് പൊളിറ്റിക്കൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. മറ്റുള്ള ആളുകൾ തന്നെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി കാണിച്ച ഒരു ഗൂഢതന്ത്രം അല്ലെ കെട്ടിച്ചമച്ചതാണ് ഇങ്ങനൊന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആദ്യമേ തന്നെ ഇതിലൊരു പക്വതയോടുകൂടി നിലപാടെടുക്കുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടായിരുന്നു, അത് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മാന്യത ഉണ്ടായേനെ. പക്ഷെ അത് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചില്ല. ഇനി ഈ വിഷയം ബന്ധപ്പെട്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതിയാണ്, കുറ്റാരോപിതനാണ്, അക്യൂസ്ഡ് ആണ്. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു എന്താ പറയുക കുറ്റം ചെയ്തൊരു വ്യക്തിയെ കോടതി കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇനി ട്രയലുകളും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനുശേഷം അദ്ദേഹം കുറ്റാരോപിതൻ ആണ് എന്നുള്ളതിൽ നിന്നും പ്രതി എന്ന രീതിയിലേക്ക് പൂർണ്ണമായി മാറുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി ഇല്ല. പക്ഷെ ഇത് കേവലം ഇപ്പോൾ ഒരു പുകമറയിലും എന്താ പറയുക അഭ്യൂഹങ്ങൾക്കും ഇടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കാണ് വലിയ കോട്ടം വരുമെന്ന് തോന്നുന്നത്. കാരണം ഇത് കുറെ അധികം ദിവസങ്ങളായി നിൽക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഇലക്ഷനിൽ ശേഷമാണിത് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോകുന്ന പോലെ വീട്ടിൽ തന്നെ ഇരുന്നു. തിരിച്ച് പാലക്കാട് എത്തി. പാലക്കാട് അദ്ദേഹം ഭവന പദ്ധതികളും ഒരുപാട് നടിമാരൊക്കെ വന്ന്
വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നു. ശേഷം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമാകുന്നു. കോൺഗ്രസ് നേതൃത്വം പോലും ആ പ്രചരണ പ്രവർത്തനങ്ങളെ തള്ളി പറയുന്നില്ല. അപ്പം അങ്ങനെ സാധ്യത, അതായത് ഇനിയും ഒരു ഹോപ്പ് ഉണ്ട്. അൺടിൽ എവിടം വരെ ഇത് അദ്ദേഹം പ്രതിയായി അല്ലെങ്കിൽ ക്രിമിനലായി കോടതി ശിക്ഷിക്കും വരെ എന്നാണ് എന്റെ പോയിന്റ്. എന്താണ് തോന്നുന്നത്? എന്തായാലും ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. മറ്റ് ഒട്ടനവധി സംസ്ഥാനത്തെ ബാധിക്കുന്ന, പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പം മാധ്യമങ്ങളും പാർട്ടിക്കാരും ഒക്കെ ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. അന്നേരം ഇപ്പം രാഹുലിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ കണ്ടുവന്ന ഒരു തലമുറയുണ്ട് രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സമയമുണ്ട്. ഇതൊക്കെ തന്നെ ഇതിനേക്കാളും ഒക്കെ മോശമാണ് ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണെന്നുള്ള ഉത്തമമായ തെളിവാണ് ഇന്നും നിയമസഭയിലുള്ള മന്ത്രിമാരും MLA-മാരും. പേരെടുത്ത് വേണമെങ്കിൽ നമുക്ക് വരിവരിയാ പറയാം, കുറച്ചു നേരം പറയാനുണ്ടായിരിക്കും. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതാണ് എന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാകുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ആരോപണം വന്നു. അത് നമ്മൾ ഓരോ ദിവസം ഓരോന്നും അറിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു പെൺകുട്ടിയുമായിട്ടുള്ളൊരു ബന്ധം എന്നാണ് അറിഞ്ഞത്. പിന്നീടാണ് ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിയുന്നത്. പിന്നീട് അത് മാധ്യമപ്രവർത്തകയാണെന്ന് അറിയുന്നു, ഏത് ചാനലാണെന്ന് അറിയുന്നു. പിന്നെ പറഞ്ഞു 4 ദിവസം മാത്രം താമസിച്ചതാണ് എന്ന്. അപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വായിച്ചു. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നാണ്. ഇതിനിടയിൽ ആരോ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം തെറ്റാണ്, അതെല്ലാം കളയണം. ഇപ്പോഴും പറയുന്നത് പുള്ളിക്കാരിക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഒരാളെ ലീഗലി ഒരു ഹസ്ബൻഡാണ്. അപ്പൊ അദ്ദേഹം ഉണ്ട് എന്നും ഡിവോഴ്സ് ആയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ വിവാഹിതയാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്ന് രാഹുലും സമ്മതിക്കുന്നുണ്ട്. ഇപ്പം രാഹുലിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്നാണ് രാഹുലിന്റെ വളർച്ചയും. അത് സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ആരും റെക്കമെൻഡ് ചെയ്തു നമ്മുടെ കൺമുന്നിലൂടെ വളർന്ന ഒരു കുട്ടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ ഇഷ്ടം. ഒരുപാട് അമ്മമാർ, പാലക്കാടൊക്കെ ചെന്നാൽ അമ്മമാർക്കും സഹോദരിമാർക്കും അല്ലെങ്കിൽ ചേട്ടന്മാർക്കും ഒക്കെ എല്ലാവർക്കും ഒരു വാത്സല്യവും കൂടിയുണ്ട്. പിന്നെ രാഹുലിന്റെ സംസാരം കൊണ്ടും ആ ഒരു ഭാഷാ നൈപുണ്യവും ചാരുതയും ഒക്കെ കൊണ്ട് എല്ലാവർക്കും ഒരു ഇഷ്ടം, അതൊരു മെറിറ്റിൽ കിട്ടുന്ന ഒരു ഇഷ്ടമാണ്, അല്ലാതെ മറ്റൊരു രീതിയിൽ വന്നൊരു ഇഷ്ടമൊന്നുമല്ല. പാലക്കാട് പോലൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നിന്നും പോയി മത്സരിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പം നേരത്തെ പറഞ്ഞു ആരുടെയും ഫാനല്ലാത്തത് കൊണ്ട് ന്യായീകരിക്കേണ്ട ഗതികേടില്ലെന്ന്. അത് തീർച്ചയായിട്ടും ഞാനും അത് സപ്പോർട്ട് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുലിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് രാഹുലിന്റെ സ്പീച്ചും കഴിവും ഒപ്പം പൊളിറ്റിക്കലി ആയാലും രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെ ആയാലും നമ്മൾ യോജിക്കുന്ന ഒരിടത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു അഭിമാനകരമായ ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ മറ്റ് ഇതര പാർട്ടികൾ എടുക്കാത്ത ഒരു സമീപനമാണ് ഈ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ ഉള്ള നിലവിലുള്ള സർക്കാർ അവരുടെ ഉണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അന്വേഷിക്കാൻ കണ്ടെത്താം, അത് വരട്ടെ, അതിനെ നമ്മളും സ്വാഗതം ചെയ്യുക തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ വരുമ്പോൾ ഈ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓരോ ദിവസവും മാറി മാറി വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗഹൃദം, ഒരു പെൺകുട്ടി അങ്ങോട്ടാണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞു, അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് വിവാഹിത ആയാലും വിവാഹിത അല്ലെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതിന് ഒരു പെൺകുട്ടി മുൻകൈ എടുക്കുന്നതിലോ ഒരു ആൺകുട്ടി, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സദാചാര ആംഗ്ലമരത് അതെങ്ങനെയാണ് വരുന്നത്? ഒരു ആണിനും പെണ്ണിനും ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയാനൊന്നും ഒരു കാര്യമില്ല. ഇനി ആ കുട്ടി വിവാഹബന്ധം പരാജയമായിരുന്നു, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പുതിയൊരു സൗഹൃദം ഉണ്ടായി, അതിനകത്താ ഷെയർ ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് നമുക്ക് പറ്റിപ്പോകും. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഒക്കെ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു BJP അനുഭാവി അല്ലെങ്കിൽ നേതാവ് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അപ്പോൾ ആ കുട്ടി വർക്ക് ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനവും അതേ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹണി ട്രാപ്പ് അല്ല എന്നും പറയാനും പറ്റില്ല. ആണോ എന്ന് അറിയില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും വാർത്തകൾ വരുന്നതനുസരിച്ച് മാറി. ഈ കുട്ടി ആദ്യം പറഞ്ഞതുപോലെ വിവാഹം ഇഷ്ടമായിരുന്നു, ലൈംഗികമായി ഇങ്ങനെ ബന്ധപ്പെട്ടു, പ്രഗ്നന്റ് ആയി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നീട് അത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് റേപ്പായി കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോൾ. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും മാറി വരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കും ഇത് നോക്കുമ്പോൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ വർക്ക് ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം, ഹസ്ബൻഡിന്റെ രാഷ്ട്രീയ ബന്ധം, ഹസ്ബൻഡ് നിശബ്ദനാണ്, ഇതുവരെയും ഹസ്ബൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല, ആ ബന്ധം, പിന്നെ പാലക്കാട് പോലെ അന്നേരം BJPക്ക് കുറച്ച് മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു ശരിക്കും ഒരു ട്രാപ്പ് ആയിരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞു, നമ്മൾ സംസാരിച്ച പോലെ പ്രണയത്തിലിരിക്കുമ്പോൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്.
ആ സമയത്ത് ഇമാജിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ലവ് അഫയർ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും ഹാപ്പി ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് ഡോപമിൻ റിലീസ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അവര് പല കോട്ടകളും കെട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇപ്പം വൺ ടൈം മെസ്സേജ് അയക്കുന്നത് നമുക്ക് ചിലപ്പം എനിക്ക് ചോദിക്കും, ഈ വൺ ടൈം മെസ്സേജ് അയക്കുന്നതും ഇഷ്ടം വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് വരാം. എന്തായാലും അത്തരത്തിലിരുന്ന ഒരു സമയത്താണല്ലോ കുഞ്ഞു വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ ആ മെസ്സേജുകൾ ശേഖരിച്ചു വെച്ചു എങ്കിൽ, അതൊക്കെ തെളിവാക്കി വച്ചിരുന്നു എങ്കിൽ അതുപോലെ തിരിച്ചും ഉണ്ടാവാം കേട്ടോ. പിന്നെ ഈ പറയുന്നത് പോലെ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഒരു വിവാഹിതനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കൊരു പാർട്ട്ണറോട് ഇതൊന്നും ഉത്തരവാദിത്തമായിട്ട് പറയേണ്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് വരുന്നില്ല. മറിച്ച് മറുവശം വിവാഹിതയാണ്. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവർ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു, ഡിവോഴ്സ് ആണെന്ന് പറയുന്നു, ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് കാണുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് നിൽക്കുകയാണ്. അപ്പോൾ ഈ മെസ്സേജുകളെല്ലാം ഇങ്ങനെ അന്നേ ഉള്ള മെസ്സേജുകൾ സൂക്ഷിച്ചു വെച്ചുവെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സൂക്ഷിച്ചു വെച്ചു മീൻസ് മാഞ്ഞു പോകേണ്ട മെസ്സേജുകൾ അയക്കുമ്പോഴും അതും പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ഡൗട്ട് വരും. ചെറിയ പ്രായത്തിലുള്ള ആളൊന്നുമല്ല, മെച്ചുവേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള മാധ്യമപ്രവർത്തക കൂടിയാണ്. അവിടെയാണ് എന്റെ ഇത് വരുന്നത്. അപ്പം അവരവരുടെ റൈറ്റ്സിനെ കുറിച്ചും ഡ്യൂട്ടീസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഒരു വ്യക്തി കൂടിയാവുമ്പോൾ തുടർച്ചയായി കുറേ മാസത്തിലധികം പീഡനത്തിന് ഇരയാവുക എന്ന് പറയുന്നിടത്ത് ഇവർക്ക് ബോധമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും ആ ടോക്സിസിറ്റിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ ഇവരെ പോലെ ഒരു മാധ്യമപ്രവർത്തകർ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറ്റുക? അത് ശരിയാണ്. അപ്പൊ ഇപ്പം അവിടെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞോട്ടെ. ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് സ്ത്രീയും മാനിപ്പുലേറ്റ് ചെയ്യാം, പുരുഷനും മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ ചിലപ്പോൾ ഒരാളെങ്കിലും സിൻസിയർ, ഇതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, സിൻസിയർ ആണെങ്കിൽ ചിലപ്പോൾ ഈ മാനിപ്പുലേഷനിൽ വീണ് പോയിട്ട് പിന്നെ അതൊരു ട്രോമയായി അതിൽ നിന്ന് കരകയറാൻ പെടുന്ന ഒരുപാട് അതിനുള്ള യഥാർത്ഥമായ കാര്യങ്ങൾ കുറേ ഉണ്ട്. ചിലപ്പോൾ ഇതൊരു കെട്ടിച്ചമച്ച കേസോ അല്ലെങ്കിൽ ഹണി ട്രാപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലുള്ള ആൾക്കാർക്കാണ് അതിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ കാര്യവും നമുക്കറിയില്ല. ഈ കുട്ടി പറയുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ പർപ്പസ്ഫുള്ളി ഇത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ നിർബന്ധിക്കുന്നു, പ്രഗ്നന്റ് ആകുന്നു, വീണ്ടും അത് എന്താണ് അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു, അങ്ങനെയൊക്കെ വരികയാണ്. അതിനെ പീഡിപ്പിച്ചു, വീണ്ടും ഇഷ്ടമല്ലാതിരുന്ന സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്തോ ഇതൊക്കെ ഒരു രണ്ടുപേർ തമ്മിലുള്ള കാര്യങ്ങളാണ്. ആ സ്വകാര്യതയ്ക്കുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു എപ്പോഴും പെൺകുട്ടികൾ, ഒരു സ്ത്രീയാണ്, എനിക്കൊരു മകളുണ്ട്, ഒക്കെയാണ്. അപ്പം നമ്മൾ പെൺകുട്ടികൾക്കൊപ്പം തന്നെയാണ്. അവർക്കൊരു ട്രോമ ഉണ്ടായാലോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലോ നമ്മൾ തീർച്ചയായിട്ടും അതെന്തെന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ രാഹുലിനെ പോലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ആരും ആയിക്കോട്ടെ, പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വകാര്യ ജീവിതം കൊണ്ട് പോലും മെസ്സേജ് കൊടുക്കുന്ന നേതാക്കൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തോട് ഇത്രയും ഇഷ്ടം തോന്നിയതും ഒക്കെ. ഇന്ന് വന്ന് എത്തി നിൽക്കുന്നത് മാത്രമല്ല മറ്റൊരു കോമൺ മാൻ ഇല്ലാത്തൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ ഇവർക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയുമായി ായിട്ടൊരു ആൺകുട്ടി സൗഹൃദത്തിൽ, ഒരു രണ്ട് പെൺകുട്ടികൾ തമ്മിലോ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലോ സൗഹൃദത്തിലാകുമ്പോൾ അവർക്കിടയിൽ ഒരു ഉത്തരവാദിത്വവും ഒരു സിൻസിയറിറ്റിയും ഒക്കെ ഉണ്ട്. അല്ലാതെ അതൊരു ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ആണും പെണ്ണും തമ്മിലാണെങ്കിൽ ഈ പെണ്ണിനെ എങ്ങനെ ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ ആണിനെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നതല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്വമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അവിടെ ആ ഒരു സ്നേഹവും സൗഹൃദവും സുതാര്യമാകണം. അപ്പോൾ ഈ വ്യക്തികളാരും, അത് മാധ്യമപ്രവർത്തകരായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി, അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സമൂഹത്തിൽ പ്രവർത്തിക്കാനും സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് അർത്ഥം ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ ഒരു മുഖം മൂടി അണിഞ്ഞ ഒരാളിനെ എങ്ങനെ രാഷ്ട്രീയക്കാരനാകാവും പറ്റും, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയും? അതിപ്പോൾ മാധ്യമപ്രവർത്തകയായാലും ശരി തന്നെയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളായ സ്ത്രീകളായാലും നമ്മൾ നല്ലൊരു മെസ്സേജ് കൊടുക്കണം. നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പറയും സ്ത്രീകൾ അബലകളായിരുന്നു, സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയും. ഇടക്കാലത്ത് വീണ്ടും ഇങ്ങനെ വരുന്നു, നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി കുട്ടികൾ വളരുന്നുണ്ട്, ഒക്കെയാണ്. ഇപ്പോഴും ഉണ്ട് ഇവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അബലകളായി ജീവിക്കുന്ന സ്ത്രീകൾ ഇന്നും നമുക്കിടയിലുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എടുത്ത് അണിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന കുട്ടികളും കൂടി ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ആയ ഒരു അന്തരീക്ഷത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ജാഗ്രത നമ്മൾ പെൺകുട്ടികൾക്കും വേണം, ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു ജാഗ്രത ആൺകുട്ടികൾക്കും വേണം. പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കിയാൽ എൻ്റെ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ്. അങ്ങനെ നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, ഒരുപക്ഷെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരെ ആകാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു, അത് ഹണി ട്രാപ്പ് അല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി, ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെണ്ണുകേസാണ്. പ്രത്യേകിച്ച് CPM-കാർ
കോൺഗ്രസ് ഓരോ ഇലക്ഷൻ ആകുമ്പോഴും സമയമാകുമ്പോഴും ജയിച്ചു കയറാൻ വേണ്ടി ഈ പെണ്ണ് കേസ് കൊണ്ടുവരും. പക്ഷെ ഇതിനെ അത്ര നിഷ്കളങ്കമായ ഒരു പെണ്ണ് കേസ് മാത്രമായല്ല കാണേണ്ടത്. കാരണം നമുക്ക് ചില സാമൂഹിക വ്യക്തി എന്ന നിലയിൽ, ഒരു ഫെമിനിസ്റ്റ് എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകനിൽ വ്യക്തിപരമായി എന്നിൽ നിക്ഷിപ്തമായ കുറച്ച് കർത്തവ്യങ്ങളുണ്ട്, ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാനുള്ള താല്പര്യങ്ങളുമില്ല. അതുകൊണ്ട് രാഹുൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിയമപരമായ വിഷയത്തെ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യുകയും നിയമത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ഉണ്ടെങ്കിൽ അത് കോടതി സമക്ഷം അതിനെ അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിക്കണം. ശേഷം അദ്ദേഹത്തിന് ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അതെ, അത് ആ രീതിയിൽ അദ്ദേഹം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. കാലിബർ ഇല്ലാത്ത അല്ലെങ്കിൽ നെപ്പോ കിഡുകളായി വരുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാലിബർ ഉള്ള, സംസാരിക്കാൻ അറിയാവുന്ന, രാഷ്ട്രീയം അറിയാവുന്ന ഇത്തരത്തിലുള്ള ആളുകൾ പ്രശ്നങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് വരാൻ സന്നദ്ധരായിരിക്കണം. പക്ഷെ കോടതി, അവിടെയുമാണ് എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, കോടതി രാഹുലിനെ പ്രതിയായിട്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയെ ക്രിമിനലായി കൺസിഡർ ചെയ്താൽ പിന്നെ രാഹുലിന് ഈ സമൂഹത്തിന് മുന്നിൽ നിന്നിട്ട് ഒരു വോട്ട് ചോദിക്കാനോ താനൊരു ജനപ്രതിയാണെന്ന് പറയാനുള്ള ധാർമ്മികത പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ പെണ്ണുകേസുകൾ ഒരുപാട് കണ്ടതാണ്. ഐസ്ക്രീം പാർലർ കേസ് വന്നു, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം എത്രയോ ലക്ഷങ്ങൾ മടങ്ങ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ മനുഷ്യത്വരഹിതമായിട്ട് അവർ കൊണ്ടുവന്ന ആരോപണങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോടതി എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദന് വരെ ക്യാഷ് കെട്ടിവെക്കേണ്ടി വന്നു അല്ലേ അലിഗേഷൻസിൽ. അതിനുശേഷം പുതുപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മനുഷ്യയുടെ നാടാണ്, അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെയൊക്കെ CPM-കാരുടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഞാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്തും മലീമസമല്ലാത്ത ഒരു തലമായി മാറണമെന്നും ഏറ്റവും സുതാര്യമായ രീതിയിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കണം ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുക, ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുക, ഇപ്പൊ അയ്യപ്പന്റെ ഇപ്പൊ ശരിക്കും പറയാൻ നമ്മള് ഫോക്കസ് മാറിയിരിക്കുകയാണ്. ഇലക്ഷനായാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്നും അതിവിദഗ്ധമായ CPM സൈബർ ഹാൻഡിലുകൾ ഫോക്കസ് അത് കൊണ്ടുവന്നൊരു ടൈമാണ്. ഇപ്പൊ ഈ പറയുന്നു മാർച്ചിൽ പീഡിപ്പിച്ചു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സംഭവം വന്നത് ഈ ഒരു ഇലക്ഷന്റെ സമയത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു ട്രാപ്പ് കൂടിയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ രാഷ്ട്രീയ ബന്ധം, അവരുടെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങളും ഈ ഒരു സമയവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. ഇനി അതിനൊക്കെ അപ്പുറം ഈ പറയുന്നത് പോലെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഈ രാഹുലിനെ നമ്മൾ പറയുന്നു, രാഹുലിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ 10 ഇരട്ടി ഭീകരതയുള്ളവർ ഇന്നലെയും കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇപ്പോഴും നിയമസഭയിൽ ഇരിപ്പുണ്ട്, മന്ത്രിമാരായിട്ടും CPM-ന്റെ MLA-മാരായിട്ടും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആർക്കും തന്നെ രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ധാർമ്മികതയില്ല, അവരൊന്നും ഉണ്ടാകരുത്. അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന്റെ മെറിറ്റാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ അത് ശരിക്കും ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ അത് ഭയമുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ കഴിവുകളുണ്ട് എങ്കിൽ പോലും ഈ പറയുന്നതാണ് ശിക്ഷ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനലാണ് എന്ന് വരികയാണെങ്കിൽ അതോടൊപ്പം CPM-ലും മറ്റ് ഇതര പാർട്ടികളിലും ഒക്കെയുള്ള ഇവരെല്ലാവർക്കും അത്തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകണമെന്നും അത്തരക്കാരൊന്നും ധാർമ്മികമായി ജനങ്ങളുടെ മുന്നിൽ വരാൻ യോഗ്യരല്ലെന്നും നമ്മൾ തെളിയിക്കണം.